ഹലോ എല്ലാവർക്കും നമസ്കാരം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പടം കംപ്ലീറ്റ് കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പടത്തിന്റെ റിവ്യൂ വന്നിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ റിവ്യൂ വന്നു. ഈ പടത്തിന്റെ ഫാൻ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നെഗറ്റീവ് ആയിരുന്നു. ഫാൻ ഷോ കഴിയണ്ട, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇന്നലെ സെക്കൻഡ് ഡേ ഞാൻ പടം തിയേറ്ററിൽ പോയി കണ്ടു. പടത്തിന്റെ ഏറ്റവും മെയിൻ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. വിജയ് എന്ന് പറയുന്ന ഒരാൾ അഭിനയിച്ചത് മാത്രമാണ് ഞാൻ ഈ ഒരു പടം തിയേറ്ററിൽ പോയി കാണുന്നത്. വേറെ ഒരു ഫാക്ടർ ഇതിലില്ല. ഓക്കെ, വിജയാണ് മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവ്. പിന്നെ വേണമെങ്കിൽ പറയുന്ന മറ്റൊരു കാര്യം, പടത്തിന്റെ ഹ്യൂമർ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അതായത് പല സ്ഥലങ്ങളും ഹ്യൂമറൊക്കെ വന്നിരിക്കുന്നത് ഓക്കേഷായിട്ട് എനിക്ക് തോന്നി, കൊള്ളായിരുന്നു. ഇനി അടുത്ത പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് പോസിറ്റീവ് വേറെ ഇല്ല, നെഗറ്റീവിലോട്ട് പോകാം. പടത്തിന്റെ ഏറ്റവും മെയിൻ നെഗറ്റീവ് ഇതിന്റെ മേക്കിംഗ് തീരെ പോരാന്നുള്ളതാണ്. ഇപ്പൊ ഈ സെയിം സ്റ്റോറി സെയിം സാധനം അറ്റ്ലി ചെയ്തിരുന്നുണ്ടെങ്കിൽ മേക്കിംഗ് എങ്കിലും കുറച്ചുകൂടെ കൊള്ളായിരിക്കും. ഗോട്ട് ചെയ്തിരിക്കുന്ന അതേ പ്രൊഡക്ഷൻ കമ്പനിയാണ് ബീഗിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ പടത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി തന്നെ തീരെ പോരാ. പ്രത്യേകിച്ച് സോങ്സ് ഒക്കെ എടുത്തു വെക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവര് കറങ്ങാൻ പോകുന്ന സമയത്ത്, ടൂർ പോകുന്ന സമയത്ത് ഒരു സോങ് കാണിക്കുന്നുണ്ട്. എന്താണത് മനസ്സിലാവുന്നില്ല. അതായത് ഈ ജയന്റെ ഒരു സിനിമയുണ്ട് ലവ് ഇൻ സിംഗപ്പൂർ, അതിലൊരു പാട്ടുണ്ട് ചാം ചച്ച ചൂം ചച്ച ചൂവരി ചച്ച. അതിനകത്ത് ഈ മൃഗങ്ങളെയൊക്കെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. എനിക്ക് ഈ പടത്തിന്റെ ആ കടുവയൊക്കെ കാണിക്കുന്ന ഒരു ഷോട്ട് കാണുമ്പോഴത്തേക്ക് അതാണ് ഓർമ്മ വന്നത്. സെയിം സാധനവും എന്താണിത്. പിന്നെ അടുത്തൊരു മെയിൻ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ VFX ആണ്. ഈ വായ്ത്താളം അടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഗോട്ടിന്റെ ക്രൂ. അവര് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന് പറയുന്ന കേൾക്കണം, ഉളുപ്പുണ്ടോ? അതായത് ഈ പടം അതാണ് ഇതാണ്, ഇതിന്റെ സ്ക്രീൻ പ്ലേ എടുത്തിട്ട് പഠിക്കും പിടിക്കും, മനസ്സിലാവുന്നില്ല. അതായത് ഈ പറയുന്ന പടത്തിന്റെ ബഡ്ജറ്റ് 400 കോടിയാണ്. 400 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തില് സാധാരണ രീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പടം പിടിക്കുക ബഡ്ജറ്റിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ പടത്തിന് VFX അതാണ് ഇതാണ്, AI വെച്ച് DA ചെയ്യുന്നു, അത് ഇത് തേങ്ങാക്കൊല, ഒന്നും പറയാനില്ല. അതായത് ഈ പറയുന്ന ഏജ് കുറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ടല്ലോ, അത് പോസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്കും സ്പാർക്ക് സോങ്ങില്ലേ നമ്മൾ ഡേയ്സിനൊക്കെ പറഞ്ഞ ആൾക്കാർ ട്രോൾ ചെയ്തു. അത് മുന്നോട്ട് കണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും ഒരു 18-19 വയസ്സൊക്കെ ഉള്ളൊരു ലെവലൊരു ഗെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ട്രെയിലറിലും എൻ്റെ 2-3 ബിറ്റ് കാണിച്ചിരുന്നു. എൻ്റെ പൊന്നോ, ഒരു 400 കോടി ബഡ്ജറ്റിൽ വരുന്ന തമിഴിലെ തന്നെ ഒരു നമ്പർ 1 സൂപ്പർ സ്റ്റാറിന്റെ പടത്തിന് വേണ്ട ഗ്രാഫിക്സ് ആണോ അത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇൻട്രോ സീക്വൻസിൽ ഒരു കൈയൊക്കെ കാണിക്കുന്ന ഒരു സീക്വൻസ്, ഒരു സംഭവം എടുക്കുന്ന അത് ഗ്രാഫിക്സ്, എന്റെ ദേവിയെ. പിന്നെ പടത്തിന്റെ മ്യൂസിക്, എന്റെ പൊന്നോ, UN നല്ല അടിപൊളിയായിട്ട് പണി വെച്ചിട്ടുണ്ട്. വേൾഡ് ക്ലാസ്, കൂടുതലൊന്നും പറയാനില്ല. ഐ എം സ്പീച്ച്ലെസ്, പറഞ്ഞാൽ കൂടിപ്പോവും. പടത്തിന്റെ ഇൻട്രോ സോങ്, അതായത് ഈ പറയുന്ന ഹീറോയുടെ ഒക്കെ ഒരു മാസ് ഇൻട്രോ സോങ് വിസിൽ പോഡ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അണ്ണൻ എന്ത് ചെയ്തു, യുവൻ അണ്ണൻ നേരെ എന്താ ബീറ്റ് അങ്ങ് മാറ്റി. തിയേറ്ററിൽ അത് കേട്ടപ്പോൾ എൻ്റെ കിളി പോയി. അതിലും ഭേദം ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയാം, മനസ്സിലായി. പാട്ട് പോരെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഈ രണ്ടാമത് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ പൊന്നോ, അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശരീരി കേൾക്കും നമ്മൾ. പിന്നെ ചിന്ന ചിന്ന കണ്ണുകൾ, ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. സ്പാർക്ക് പിന്നെ ഉള്ളതാണ് മട്ട. അത് കുറച്ചെങ്കിലും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയത് മട്ടയായിരുന്നു. മുകേഷ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട് അതിൽ, അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയും കൊള്ളായിരുന്നു. പക്ഷെ ആ പാട്ടും ഒരു കോപ്പി ടൈപ്പാണ്. അതായത് ധനുഷിന്റെ ഒരു പടത്തിലെ പുള്ളിക്കാരന്റെ ഒരു ഇൻട്രോ ഒരു BGM ഉണ്ട്. ആ BGM തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊരു ഡിഫറൻസും ഇല്ല. പിന്നെ പടത്തിന്റെ മറ്റൊരു മെയിൻ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ, നമ്മളൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മൂളിപ്പാട്ട് പാടില്ല, ചെറുതായിട്ട് പാട്ട് പാടി. ഇത് അണ്ണൻ ചുമ്മാ വന്നിരിക്കുമ്പോൾ തന്നെ ചടുകുടു ചുടുകുടു കുടുകുടു കുടുകുടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് 1-2 സീക്വൻസിനെ കുഴപ്പമില്ല. ഇത് കുറേ സ്ഥലത്ത് അത് തന്നെ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പടത്തിന്റെ ടൈലന്റ് സംഭവം എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ മനസ്സിലായ പോലെ ഇരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി സംഭവം കുഴപ്പമില്ല. അതായത് അത് ആര് ചെയ്തു എന്തിനു ചെയ്തു എനിക്കത് മനസ്സിലാവുന്നില്ല. അതായത് ഒരു കണക്ഷൻ കിട്ടിയില്ല. പിന്നെ ആലോചിച്ചപ്പോൾ എന്തൊക്കെയോ പിടി കിട്ടി. സംഭവം വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റവാക്കി പറയാം, നിങ്ങൾക്ക് വിജയ് എന്ന് പറയുന്ന ആളെ ഇഷ്ടമാണെങ്കിൽ പുള്ളിക്കാരനെ തിയേറ്ററിൽ ജസ്റ്റ് കണ്ടോണ്ടിരിക്കണമെങ്കിൽ മാത്രം പോവുക. വേറെ ഒന്നുമില്ല ഇപ്പോഴത്തെ, വേറൊന്നുമില്ല. നിങ്ങൾ വിജയ് ഹേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ടറിനെ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ പോയിരിക്കുകയുള്ളൂ, ചുമ്മാ പോയിരിക്കും, ഒന്നുമില്ല. പിന്നെ പടത്തിൽ നിങ്ങൾക്ക് കുറെ റെഫറൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, കുറെ ക്യാമിയോയും റെഫറൻസും, അത് അതിന്റെ ഒരു പൂരമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 20 മിനിറ്റിൽ അത് മാത്രമേ ഉള്ളൂ. പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ശരി.